യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണമായി പ്രാർത്ഥിക്കുന്നു. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:11 ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ നിങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ. ആബാപിതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് 1 യോഹന്നാൻ 1:7 പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ വലയം ചെയ്യണമെന്ന് യോഹന്നാൻ 8:12 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 10:17 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് വെളിപാട് 12:1-2, ബാറൂക്ക് 4:1-2 വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം വലയം ചെയ്യണമെന്ന് ഹെബ്രായർ 1:7 പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ മധ്യസ്ഥരോടും ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് കൊളോസ്സസ് 2:5 ഈശോയെ അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് പോളിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സെയിന്റ് ജോണിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് ഡിംഫനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെയിന്റ് എഫ്രേസിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സക്രിയ 2:5, സക്രിയ 9:8 വചനത്തിലൂടെയും സങ്കീർത്തനം 147:13 ഈശോയെ കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവിടുത്തെ വചനത്തിന്റെ ശക്തിയാല് ഫിലിപ്പിയർ 2:9-10 വചനത്തിലൂടെയും അപ്പസ്തലരുടെ 4:12 ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107:20-21, മത്തായി 16:19, യോഹന്നാൻ 20:23 വചനത്തിലൂടെ ഈശോയെ അവിടുത്തെ അഭിഷേകത്തിൽ നിന്നുകൊണ്ടും സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും 1 കൊരിന്തോസ് 1:10 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ടും ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങളിലും ഞങ്ങളുടെ ബന്ധുക്കളിലും ഞങ്ങളുടെ പരിചയക്കാരിലും പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തിയുടെ മേല് എഫേസൂസ് 2:2, എഫേസൂസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എഫേസസ് 3:5 യേശുനാമത്തില് സെഞ്ചുറീസ് പോയിന്റിംഗ് സ്പിരിറ്റുകളെ, തലമുറകളിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെയും ബന്ധനങ്ങളെയും സ്പിരിറ്റ് ഓഫ് ഡെത്തിനെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14, മത്തായി 5:28, എസെക്കിയേൽ 20:7, നാഹൂം 3:4, 1 യോഹന്നാൻ 2:15-16 എല്ലാ തരത്തിലുള്ള വ്യഭിചാര ദുർഭൂത സ്വാധീനങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ തരത്തിലുള്ള പൂർവികരിൽ നിന്ന് വരുന്ന ആരൂപികളെ, ബന്ധനങ്ങളെ, പ്രത്യേകമായിട്ട് സ്പിരിറ്റ് ഓഫ് ഡെത്ത്
സങ്കീർത്തനം 51:5 ബാറൂക്ക് 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 1:23, സങ്കീർത്തനം 106:20, നിയമാവർത്തനം 4:16 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെ, നിയമാവർത്തനം 4:19 എസെക്കിയേൽ 8:16 നിയമാവർത്തനം 17:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള സർപ്പ വിഷ സ്വാധീനങ്ങള് ജോബ് 20:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും, റോമ 3:14-15 വചനത്തിലൂടെയും, ആമോസ് 3:3 എസെക്കിയേൽ 26:16 എസെക്കിയേൽ 29:3 ഏശയ്യാ 27:1 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള ലോകാരൂപിയുടെ സ്വാധീനങ്ങളെ യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 4:5, അപ്പസ്തോലനോട് 8:23, ഹെബ്രായർ 12:14, 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെ, എഫേസസ് 4:31 പ്രഭാഷകൻ 28:1-7 സങ്കീർത്തനം 109:3 എല്ലാ തരത്തിലുള്ള വൈരാഗ്യ, വിദ്വേഷ, വെറുപ്പ്, കൊലപാതക ചിന്തകള് ഇവയെല്ലാം യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയ 50:30-31 വചനത്തിലൂടെ, ലൂക്ക 1:51, ഒബേദിയ 1:3, ഏശയ്യാ 14:12, പ്രഭാഷകൻ 10:10 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെ എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ സ്വഭാവ രീതികള്, സംസാര രീതികള്, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന രീതികള്, ഞാൻ എന്നുള്ള ഭാവങ്ങള്, അവയെല്ലാം യേശുനാമത്തിൽ എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ അരൂപികള്, യോഹന്നാൻ 7:17-18 എല്ലാ തരത്തിലുള്ള ആത്മീയ അഹങ്കാരങ്ങളെ യേശുനാമത്തിൽ, എല്ലാ തരത്തിലുള്ള ആത്മപ്രശംസകളെ യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വ്യാജ പ്രവാചക സ്വാധീനങ്ങളെ, അതിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളെ, വളർച്ച മുരടിപ്പിക്കുന്ന സ്വാധീനങ്ങളെ, എസെക്കിയേൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും, 2 തെസ്സലോനിക്ക 2:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും, ജ്ഞാനം 14:20 വെളിപാട് 2:2 ഗലാത്യ 1:6 മുതൽ 9 വരെയുള്ള വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:14-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള കാപട്യം, ആത്മീയ കാപട്യം, സാമ്പത്തിക കാപട്യം, കുടുംബ മഹിമയുടെ കാപട്യം, ഇല്ലാത്തത് ഉണ്ടെന്ന് നടിക്കുന്ന കാപട്യ രീതികള് 1 പത്രോസ് 2:1 മത്തായി 24:51 യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വിജാതീയ കൂട്ടുകെട്ടുകളിൽ നിന്നും, അതിന്റെ സ്വാധീനങ്ങളിൽ നിന്നും, പ്രദേശങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും കടന്നു വരുന്ന രൂപികളെ 1 കൊരിന്തോസ് 10:19-20 വചനത്തിലൂടെയും, ബാറൂക്ക് 4:7 നിയമാവർത്തനം 18:9 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെയും, ലേവ്യർ 19:26 ലേവ്യർ 19:31 നിയമാവർത്തനം 32 സങ്കീർത്തനം 106:28 നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എസെക്കിയേൽ 13:20 എല്ലാ തരത്തിലുള്ള മന്ത്രവാദ ചരടുകളും അതിന്റെ സ്വാധീനങ്ങളെയും യേശുനാമത്തിൽ
ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 എല്ലാ തരത്തിലുള്ള വിജാതി അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള അധർമ്മികളുടെ സ്വാധീനങ്ങൾ, അതിലൂടെ കടന്നു വരുന്ന മരണത്തിന്റെ ദുരാത്മ ശക്തികളെ ജ്ഞാനം 1:16 ജ്ഞാനം 3:19 സങ്കീർത്തനം 22:16 സങ്കീർത്തനം 22:20 സങ്കീർത്തനം 53:4 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുവാനും വിശ്വാസം ഉപേക്ഷിക്കാൻ കാരണമാകുന്ന എല്ലാ തരത്തിലുള്ള പഠനങ്ങള്, പ്രബോധനങ്ങള്, വിചിത്രങ്ങളായിട്ടുള്ള തത്വശാസ്ത്രങ്ങള്, ദൈവശാസ്ത്രങ്ങള്, ഇവയെല്ലാം കൂട്ടത്തോടെ ഹെബ്രായർ 13:9 എഫേസസ് 4:14 അപ്പസ്തോലന്മാരുടെ 17:21 കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-21 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മുൻവിധികളെയും അതുപോലെ തന്നെ ആരോപിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന സ്വഭാവ രീതികളെ പ്രഭാഷകൻ 11:7 പുറപ്പാട് 23:7 മത്തായി 7:1 യാക്കോബ് 4:14-12 റോമ 2:1 സക്രിയ 3:1 വെളിപാട് 12:10 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലും നുണയുടെ അരൂപികളെ യോഹന്നാൻ 8:44 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഞങ്ങളുടെ ഇടപാടുകളിലൂടെ ഈശോയെ ഞങ്ങളായിട്ട് സമ്പർക്കത്തിൽ വരുന്ന വ്യക്തികളിൽ നിന്ന് കടന്നു വരുന്ന രൂപികൾ ജ്ഞാനം 4:12 1 കൊരിന്ത്യർ 15:33 സങ്കീർത്തനം 50:18 വിശ്വനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ ഞങ്ങളിലേക്കോ ഞങ്ങളുടെ കൂടെയുള്ളവരിലേക്കോ കടന്നു വരുന്ന നിദ്രാലസ അരൂപികള്, ആത്മാവിന്റെ വളർച്ചയെ പൂർണ്ണമായി നിർവീര്യമാക്കുന്ന ഈ അരൂപിയെ, ആത്മാവിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഈ അരൂപികളെ റോമ 11:8 ഏശയ്യ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. കൃപകൾ മുഴുവൻ ചോർത്തിക്കളയുന്ന വ്യർത്ഥ ഭാഷണത്തിന്റെ അരൂപികള് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജെറമ്യ 15:19 എഫേസസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എതിർ ക്രിസ്തുവിന്റെ അരൂപികള് 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1-12 വരെയുള്ള വചനത്തിലൂടെയും മത്തായി 24:24 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ തരത്തിലുള്ള വ്യാജ ദർശനങ്ങള്, സ്വപ്നങ്ങള്, സന്ദേശങ്ങള് ജെറമ്യ 14:14 എസെക്കിയേൽ 22:28 അപ്പസ്തോലന്മാരുടെ 16:16 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. വ്യാജ അത്ഭുത അടയാളങ്ങള്, എല്ലാ തരത്തിലുള്ള വിശ്വാസ വ്യതിചലനത്തിന് കാരണമാകുന്ന അരൂപികളെ വെളിപാടിന്റെ 16, 13, 14 വചനത്തിലൂടെയും മത്തായി 24:23-24 വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:3-5 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എല്ലാ തരത്തിലുള്ള അടിമത്തത്തിന്റെ അരൂപികൾ, ഭക്ഷണത്തിനോട്, മദ്യത്തോട്, മയക്കമരുന്നിനോട്, ഇന്റർനെറ്റിനോട്, യൂട്യൂബിനോട്, വാട്സാപ്പിനോട്, ഇവയെല്ലാം യേശുനാമത്തിൽ കൂട്ടത്തോടെ ഫിലിപ്പിയ 3:19 റോമ 16:18 ഏശയ്യ 5:11 ഏശയ്യ 5:12 ഏശയ്യ 5:22 ഏശയ്യ 28:7 യേശുനാമത്തിൽ
ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയ. ആശയക്കുഴപ്പത്തിന്റെ അരൂപികള് ഏശയ്യ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയ. ആത്മീയ വളർച്ചയ്ക്ക്, കൃപയിലെ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തുന്ന, ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ഗൂഢാലോചന നടത്തുന്ന അരൂപികളെ ഏശയ്യ 8:10-12 വരെയുള്ള വചനത്തിലൂടെയും നാഹും 1:9-12 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്താൽ റോമാഞ്ചിലൂടെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 4:3 വചനത്തിന്റെ കവാടം തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്രിയ 12:10 ഞങ്ങൾക്ക് പ്രാർത്ഥന ചൈതന്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയ. മഹത്വം 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 അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യ 66:2. യേശയ്യ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഉൽപ്പത്തി 1:28. ഉൽപ്പത്തി 1:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഉൽപ്പത്തി 8:17. ഉൽപ്പത്തി 8:17. പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക, സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ. ഉൽപ്പത്തി 9:1. ഉൽപ്പത്തി 9:1. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താനപുഷ്ടി ഉണ്ടായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുക. ഈ ദൈവവചനം പലപ്പോഴും ശാരീരിക ജനനവുമായി മാത്രം ബന്ധപ്പെടുത്തി വായിക്കപ്പെടുന്നതുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയുടെ ആത്മീയ പാരമ്പര്യം ഈ വചനത്തെ ആത്മീയ ഫലവത്താകലിന്റെ പ്രകാശത്തിലാണ് വായിക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ജീവിക്കാൻ മാത്രമല്ല ഫലവത്താകുവാനാണ് വിളിച്ചത്. ഇത് സാധ്യമാകുന്നത് ആത്മാവ് ദൈവത്തിലേക്ക് തുറക്കപ്പെടുകയും മനസ്സും ഹൃദയവും അതിന് സഹകരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഗലാത്യ 6:8. ഗലാത്യ 6:8. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഈ വചനത്തിലൂടെ വരുമ്പോ ഉണ്ടാകുന്നതാണ് ഉൽപ്പത്തി 1:28 പറയുന്ന പോലെ ആധിപത്യം ഉണ്ടാകുന്നത്. സങ്കീർത്തനം 8:6. സങ്കീർത്തനങ്ങൾ 8:6.
അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവൻ ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. റോമ 16:20. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 18:38. സങ്കീർത്തനങ്ങൾ 18:38. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു, അവരെന്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു. ലൂക്ക 10:19. ലൂക്ക 10:19. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. സങ്കീർത്തനം 91:13. സങ്കീർത്തനങ്ങൾ 91:13. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. യാക്കോബ് 3:7. യാക്കോബ് 3:7. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. ആധിപത്യം എന്തിനാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്നത്? ദൈവത്തിലുള്ള ജീവനിലുള്ള പങ്ക് ആണ് കൊടുക്കുന്നത്. അത് മറ്റു ജീവികൾക്ക് കൊടുത്തിട്ടില്ല. മറ്റു ജീവികൾക്ക് ജീവൻ ഉണ്ടെങ്കിലും ഈ ഒരു അതിൻ്റെ മേലുള്ള ഒരു ആധിപത്യം എന്ന് പറയുമ്പോൾ ദൈവിക ജീവന്റെ ഒരു അംശമാണ് മനുഷ്യർക്ക് കിട്ടുന്നത്. അതിലൂടെയാണ് ദൈവത്തിൽ ജീവൻ ഉണ്ടെന്ന് ബോധ്യമാകുകയും എല്ലാ ജീവന്റെ ഉറവിടം ദൈവമാണെന്നും അല്ലാതെ സൃഷ്ടികളിലേക്കല്ല കണ്ണ് പതിക്കേണ്ടതെന്നൊക്കെയാണ് നമ്മെ ഇതിലൂടെ എല്ലാം പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 36:9. സങ്കീർത്തനങ്ങൾ 36:9. അങ്ങിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. യോഹന്നാൻ 1:4. യോഹന്നാൻ 1:4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യനില് ദൈവം സൃഷ്ടിച്ചപ്പോൾ ജീവനും ഉണ്ടായിരുന്നു, പ്രകാശവും ഉണ്ടായിരുന്നു. ഈ ജീവനും പ്രകാശവും എടുത്തു കളയാനാണ് പിശാച് അസൂയ നിമിത്തം മരണത്തെ മനുഷ്യനിലേക്ക് കടത്തിവിട്ടത്. അതാണ് ജ്ഞാനം 2:24. ജ്ഞാനം 2:24. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. പ്രഭാഷകൻ 25:24. പ്രഭാഷകൻ 25:24. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്, അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. ഇവിടെയാണ് നാം ഒരു അരൂപിയെ വിവേചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ദൈവം വാഗ്ദാനം ചെയ്യുന്നു ജീവൻ, അപ്പുറത്ത് ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മരണത്തിന്റെ ഒരു ആത്മാവിനെ ക്ഷണിക്കുക. ഇത് മനുഷ്യര് അറിഞ്ഞും അറിയാതെയും അവരുടെ ജീവിതചര്യയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജ്ഞാനത്തിന്റെ 1:16 നാം വായിക്കുക. ജ്ഞാനം 1:16. അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി, മിത്രമെന്നു കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. ഇതൊരു സംഹാരകനായിട്ടാണ് പൗലോസ്ലീഹ പറയുക. 1 കൊരിന്തോസ് 10:10. 1 കൊരിന്തോസ് 10:10. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ
നാം പിറുപിറുക്കുകയും അരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ആ നശിപ്പിക്കുന്നത് ഒരു തിന്മയാണ്, അതിനൊരു ദൂതനുണ്ട്. അതാണ് വെളിപാട് 9:11 വായിക്കുക. വെളിപാട് 9:11. പാതാളത്തിന്റെ ദൂതനാണ് അവയുടെ രാജാവ്. അവന്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ, ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ. ഈ ദൂതനായിട്ടാണ് പിന്നെ സഖ്യങ്ങൾ വരികയും മരണത്തിന്റെ തിന്മ മനുഷ്യനിലേക്ക് പല വിധത്തിലും വിതയ്ക്കുന്നത്. ഏശയ്യ 28:15. യേശയ്യ 28:15. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ ഉടമ്പടിയും സഖ്യമെല്ലാം വലിയൊരു കെണിയാണ്. 2 സാമുവേൽ 22:6. 2 സാമുവേൽ 22:6. പാതാള പാശങ്ങൾ എന്നെ ചുറ്റി, മരണം എനിക്ക് കെണിയൊരുക്കി. സങ്കീർത്തനം 116:3. സങ്കീർത്തനങ്ങൾ 116:3. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാള പാശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഹോസിയ 13:14. ഹോസിയ 13:14. പാതാളത്തിന്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുകയോ, മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനം അരുളുകയോ? മരണമേ, നിന്റെ മഹാമാരികൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? അനുകമ്പ എന്റെ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. മരണം എന്നുള്ളത് ഒരു പിശാചാണെന്നാണ് വെളിപാടിന്റെ പുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കുക. വെളിപാട് 6:8. വെളിപാട് 6:8. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4/1 അവർക്ക് അധികാരം ലഭിച്ചു. മരണത്തിന്റെ അധികാരത്തില് ഉള്ള ശക്തികളുണ്ട്. നശിപ്പിക്കാൻ കഴിവുള്ളതും ഈശോയ്ക്ക് മാത്രമാണ്. ഹെബ്രായർ 2:15. ഹെബ്രായർ 2:15. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. ഈ ശത്രു അവസാന ശത്രുവാണ്. 1 കൊരിന്തോസ് 15:26. 1 കൊരിന്തോസ് 15:26. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വെളിപാട് 20:13-14. വെളിപാട് 20:13-14 തിരുവചനങ്ങൾ. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് 2ാമത്തെ മരണം, അഗ്നിതടാകം. മനുഷ്യ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ ഓരോ സമയത്തും ഈ പിശാച് ചില രോഗങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ ഉറവിടമോ അതിൻ്റെ പരിഹാരമോ മനുഷ്യകുലത്തിന് കണ്ടുപിടിക്കാനേ സാധിക്കില്ല. അതെല്ലാം ഇതിൻ്റെ ദൗത്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ
എല്ലാ തലമുറകളിലും ചില രോഗങ്ങൾ ആ കുടുംബത്തെ ബാധിക്കുകയും അവരിൽ ചിലവർക്കുണ്ടാകുന്ന ചില അസ്വസ്ഥതകളും പിന്നെ ചില വ്യക്തികളിൽ നിരന്തരമായിട്ട് നിരുത്സാഹത്തിന്റെ ഒരു മനോഭാവവും എല്ലാം തുടങ്ങി വെച്ച് ഉപേക്ഷിക്കുന്ന പ്രവണതയും കൂടെ കൂടെ മരണ സ്വപ്നങ്ങൾ കാണുകയും അതുപോലെ തന്നെ ഒന്നും പൂർത്തിയാകാത്ത ബന്ധങ്ങൾ കാരണങ്ങളില്ലാതെ അവസാനിക്കുകയും ചെയ്യുന്ന ആത്മഹത്യ ചിന്തകള് വേട്ടയാടുന്ന അതുപോലെ തന്നെ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളും അതുപോലെ തന്നെ മരണത്തിന് കാരണമാകുന്ന പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും ഇതെല്ലാം ഈ അരൂപി വളരെയധികം ഈ വ്യക്തിയോ ആ കുടുംബത്തെയോ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് നാം വിവേചിക്കുകയും ഈ അരൂപിയെ എന്നേക്കുമായിട്ട് ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ഈ വ്യക്തികളിലും കുടുംബത്തിലും സമൂഹത്തിലും ജീവൻ ഉണ്ടാകേണ്ടത്. ആ ജീവൻ നൽകാൻ സാധിക്കുന്നത് വചനവും വിശുദ്ധ കുർബാനയുമാണ്. നാം വചനം ശ്രവിക്കുമ്പോൾ നമ്മിലേക്ക് ജീവനാണ് വരുന്നത്. യോഹന്നാൻ 6:63. യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ജീവന്റെ വചനം എന്നാണ് യോഹന്നാൻ ശ്ലീഹ വചനത്തെ കുറിച്ച് പറയുക. 1 യോഹന്നാൻ 1:1. 1 യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഈ വചനം പുതുജീവൻ നൽകുന്നതാണെന്നാണ് സങ്കീർത്തകൻ 19:7 നാം വായിക്കുക. സങ്കീർത്തനങ്ങൾ 19:7. കർത്താവിന്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. ഈ പുതുജീവൻ പകരുന്നതിനെ കുറിച്ചാണ് എസെക്കിയേൽ 37:4 മുതൽ 7 വരെയുള്ള വചനത്തിൽ നാം വായിക്കുക. എസെക്കിയേൽ 37:4 മുതൽ 7 വരെ തിരുവചനങ്ങൾ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുമെന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. പിതാവാണ് ജീവന്റെ ഉറവിടം. പിതാവ് ജീവൻ വീണ്ടും നൽകുന്നവനാണ്. യോഹന്നാൻ 5:21. യോഹന്നാൻ 5:21. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. യോഹന്നാൻ 5:25. യോഹന്നാൻ 5:25. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും.
ഈ ജീവൻ ഒരു പരിപൂർണമായ ജീവനാണെന്നാണ് യോഹന്നാൻ 10:10 ബിയിൽ നാം വായിക്കുക. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നമുക്ക് ഇത് സമ്പൂർണമായി ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. യോഹന്നാൻ 6:54. യോഹന്നാൻ 6:54 എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നിത്യജീവൻ വാഗ്ദാനമായി ലഭിച്ചവർ ഒരിക്കലും ഈ മരണത്തിന്റെ ചില സംഭാഷണങ്ങൾ, എന്തിനാ ജീവിക്കണേ, ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ, അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു, ഇത്തരം പദപ്രവർത്തനങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അതിലൂടെ ഈ അരൂപിക്ക് സ്വാധീനം കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. പറയേണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട വചനം, ആവർത്തിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ട വചനം സങ്കീർത്തനം 118:17 സങ്കീർത്തനങ്ങൾ 118:17 ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങനെ വചനം സാക്ഷ്യം വഴി ജീവിക്കുന്നവരാണ് നവജീവന്റെ വചനം പങ്കുവെക്കുന്നവരായിട്ട് മാറുക. അതാണ് നമുക്ക് അപ്പസ്തോല നടപടി 5:20 വായിക്കാൻ സാധിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:20 നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നവജീവന്റെ ഈ വചനം പ്രഘോഷിക്കുന്നതിന്റെ കാരണം ക്രിസ്തുവിൽ ഒന്നാവാൻ വേണ്ടിയിട്ടാണ്. നാം ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളും ആത്മാവിലുമായി മാറും. സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ മനോഭാവങ്ങളിൽ വരുന്നതും വചനം പറയുന്നത് ക്രിസ്തുവിൽ ഒന്നാകാത്തതിന്റെ കാരണത്താലാണ്. അതാണ് ഗലാത്യ 3:28 നാം വായിക്കുക. ഗലാത്യ 3:28 യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. യേശുക്രിസ്തുവിൽ ഒന്നാകാൻ വിളിക്കപ്പെട്ടവരുടെ ജീവിതം കുർബാനയിലും വചനത്തിനും സാക്ഷ്യത്തിനും കേന്ദ്രീകരിച്ചായിരിക്കും. ലക്ഷ്യം ഒന്നേ ഉള്ളൂ ജീവിതത്തിന്. ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവ ഐക്യം. 1 കൊറിന്തോസ് 6:17 1 കൊറിന്തോസ് 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. സങ്കീർത്തനം 63:8 സങ്കീർത്തനങ്ങൾ 63:8 എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. 2 രാജാക്കന്മാർ 18:6 2 രാജാക്കന്മാർ 18:6 അവൻ കർത്താവിനോട് ഒട്ടി നിന്നു, അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. സങ്കീർത്തനം 91:14 സങ്കീർത്തനങ്ങൾ 91:14 അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ജീവനുള്ളവരെ കുറിച്ച് വചനം പറയുക അവർ ദൈവങ്ങൾ എന്നാണ്. യോഹന്നാൻ 10:35 യോഹന്നാൻ 10:35 വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ.
ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. സങ്കീർത്തനം 86:6. സങ്കീർത്തനങ്ങൾ 86:6. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് സംവിധാനങ്ങളുള്ള പോലെ ആൾ ദൈവ സങ്കല്പങ്ങളല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾക്കും ആൾ ദൈവമാകുന്ന ഒരു സംവിധാനമോ രീതിയോ കത്തോലിക്ക സഭയിൽ ഇല്ല. അത് വ്യക്തമാക്കാൻ തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 460 വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ദൈവ പ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കുവാൻ വേണ്ടിയാണ് വചനം മാംസമായത്. 2 പത്രോസ് 1:4. 2 പത്രോസ് 1:4. ദുരാശ മൂലം ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. വിശുദ്ധ അത്തനേഷ്യസ് ഇങ്ങനെയാണ് പറയുക: നമ്മൾ ദൈവങ്ങളായി തീരുവാനായി അവിടുന്ന് മനുഷ്യനായി. അങ്ങനെ നമുക്ക് ദൈവിക ശക്തിയിൽ പങ്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ദൈവിക ജീവനിൽ പങ്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. പ്രഭാഷകൻ 17:3. പ്രഭാഷകൻ 17:3. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്കു സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. വിശുദ്ധ തോമസ് അക്വിനാസ് ഇതേ കാര്യങ്ങളെക്കുറിച്ച് മതബോധന ഗ്രന്ഥത്തില് 460 പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തന്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗഭാക്കുകളാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. ദൈവങ്ങളാകുന്നതിന്റെ ആദ്യ പ്രക്രിയ എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവരാണ് ദൈവമക്കളായി മാറുന്നത്. ആണ് യോഹന്നാൻ 1:12 നാം വായിക്കുക. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. ഗലാത്യ 3:26. ഗലാത്യ 3:26. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. ദൈവം മനുഷ്യനെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ കൊടുത്ത ആധിപത്യം സ്വർഗീയ അധികാരമായി വിശ്വസിക്കുന്നവർക്ക് ഈശോ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. മർക്കോസ് 16:16-17. മർക്കോസ് 16:16-17 തിരുവചനങ്ങൾ: വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഈ സ്വർഗീയ അധികാരങ്ങള് വിശ്വാസത്തിലൂടെ ലഭിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ വേണ്ടി ജീവൻ പകരുന്നവരായിട്ട് ഓരോ ദൈവ മക്കളും ഉപകരണങ്ങളായി മാറും. അതാണ് നമ്മുടെ വിളി. നമുക്ക് പങ്ക് ലഭിക്കുന്നത് ജീവനിലാണ്,
പങ്കുവെക്കാനുള്ളതും ജീവനാണ്. മരണമായി ഒരു ബന്ധവും നമുക്കില്ല. യോഹന്നാൻ 20:31. യോഹന്നാൻ 20:31. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഗലാത്യ 5:25. ഗലാത്യ 5:25. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. റോമ 8:5. റോമ 8:5. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ജീവന്റെ വചനം ശ്രവിച്ച് മാംസം ധരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമുക്കെല്ലാവർക്കും ജീവനുള്ളവരാകുവാനും ഈ ജീവൻ പങ്കുവെക്കുന്നവരാകാൻ വേണ്ടിയുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.